ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന എസ് എ ക്വസ്റ്റ്യൻ ഉൾപ്പെടാൻ ചാൻസ് ഉള്ള ചാൻസ് ആട്ടോ. നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റൂല, നമ്മൾ ചാൻസ് ബേസിൽ പറയാണ്. ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാരും ശ്രദ്ധിച്ച് കേട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് വീഡിയോ കേൾക്കണം, ദെൻ നോട്ട്സും എഴുതണം. അപ്പൊ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിന് മുൻപേ ഇതെന്താ സംഭവം എന്ന് ആദ്യം പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോ ഒരു എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ വാങ്ങുക. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് കമ്പനി ഉണ്ട് അല്ലെ. എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ വാങ്ങി. എ എന്ന കമ്പനി ഒരു സ്ട്രോങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ വീക്ക് ആയിട്ടുള്ള ബി എന്ന കമ്പനിയെ എന്ത് ചെയ്യാണ്, എ എന്ന കമ്പനി വാങ്ങുകയാണ്. ഇനിയിപ്പോ സ്ട്രോങ്ങും വീക്കും ഒന്നും അല്ല, എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ എന്ത് ചെയ്തു, അക്വയർ ചെയ്യാണ് അല്ലെ. അപ്പൊ പിന്നെ ഇവിടെ ബി എന്ന കമ്പനി ഉണ്ടാവുമോ? ഇല്ല. ഇവ രണ്ടും കൂടി എന്തായി, ഒന്നായി അല്ലെ, ഒറ്റ വലിയ കമ്പനിയായി. അപ്പൊ ഈ വാങ്ങുന്ന കമ്പനിയെ വിളിക്കുന്ന പേരാണ് പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്നൊക്കെ വിളിക്കും. ഓക്കെ, എന്നാൽ ഇതിനെന്താ വിളിക്കുക, സബ്സിഡിയറി കമ്പനി. എന്താ വിളിക്കുക, സബ്സിഡിയറി കമ്പനി. പാരന്റ് കമ്പനി, സബ്സിഡിയറി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, അപ്പൊ സംഭവ സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുകയാണ്. ഫുൾ ഏറ്റെടുക്കൂല, ചിലപ്പോ അവരുടെ പകുതി ഷെയർ ആയിക്കാരെ ഏറ്റെടുക്കുക, പകുതി ഷെയർ ആയിക്കാരെ പർച്ചേസ് ചെയ്യുക. വെറുതെ ആണോ പർച്ചേസ് ചെയ്യുന്നത്? അല്ല. ഇപ്പൊ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയുടെ ഒരു 100% ഷെയറും അതായത് കംപ്ലീറ്റ് എന്ത് ചെയ്തു, അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എമൗണ്ട് ആർക്ക് കൊടുക്കും, ബി എന്ന കമ്പനിക്ക് എ എന്ന കമ്പനി കൊടുത്തിട്ടാണ് അവരെങ്ങോട്ട് വാങ്ങുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ അക്വയർ ചെയ്യുമ്പോൾ ഇതെന്താണ്, ഇത് പാരന്റ് കമ്പനിയാണ്, ഇത് സബ്സിഡിയറി കമ്പനിയാണ്. അപ്പൊ എന്താണ് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഈ എ എന്ന കമ്പനിയുടെയും ബി എന്ന കമ്പനിയുടെയും അസറ്റും എ എന്ന കമ്പനി ബി എന്ന കമ്പനിയുടെ അസറ്റും ലയബിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ടേക്ക് ഓവർ ചെയ്യാണ് അല്ലെ. അത് രണ്ടും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒറ്റ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആയിട്ട് ഉണ്ടാക്കണം. അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇപ്പൊ സംഭവങ്ങൾ സിറ്റുവേഷൻക്ക് മനസ്സിലായോ? എ എന്ന കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുക, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുക, മറ്റൊരു കമ്പനിയെ എന്ത് ചെയ്യാണ്, ഏറ്റെടുത്തിട്ട് കമ്പൈൻ ചെയ്യാണ്. രണ്ടിന്റെയും എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും ഒന്നായിട്ട് ഒരു വലിയ കമ്പനിയായി. അപ്പൊ ഒറ്റ ബാലൻസ് ഷീറ്റ് അല്ലേ ഉണ്ടാവുക. അതിന് നമുക്ക് എ എന്ന കമ്പനിയുടെയും ബി എന്ന കമ്പനിയുടെയും അസറ്റും ലയബിലിറ്റീസ് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഒരൊറ്റ ബാലൻസ് ഷീറ്റ് ആണ് ഉണ്ടാക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അവിടെ നമ്മൾ അസറ്റും ലയബിലിറ്റീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്തിട്ട് ഫൈനലാണ് നമ്മൾ എന്തുണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാലോ? ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്നും ഷെയർ വാങ്ങുമ്പോൾ, ഓക്കെ, ഷെയർ അല്ലെങ്കിൽ ആ കമ്പനിയെ ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ രണ്ട് കമ്പനിയുടെയും അസറ്റും ലയബിലിറ്റീസും കൂടി ഒരുമിച്ച് കൂട്ടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു, അതായത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി നമുക്ക് തിയററ്റിക്കൽ ആയിട്ട് പോകാം. എന്താണ് മീനിങ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? റെഫേഴ്സ് ടു ദി combined or aggregated financial statement of a parent company and its subsidiaries എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് പാരന്റ് കമ്പനി ആരപ്പോ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന കമ്പനി പാരന്റ് കമ്പനിയാണ്, ബി എന്ന് പറയുന്ന കമ്പനി സബ്സിഡിയറി കമ്പനിയാണെന്ന് പറഞ്ഞു അല്ലെ. ഈ രണ്ട് കമ്പനിയുടെയും അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒന്നുകൂടി പറയാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെഫേഴ്സ് ടു ദി combined or aggregated financial statement of a parent company and its subsidiaries. In short, these are the financial statement of a group. These are the financial statement of a group presented as those of single enterprise എന്നാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇതിനെ രണ്ടെണ്ണത്തിനെയും കൂടിയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്,
ഗ്രൂപ്പ് കമ്പനി എന്നാണ് പറയാ. അതായത് എ എന്ന കമ്പനിയും എ എന്നൊരു സെപ്പറേറ്റ് കമ്പനി, ബി എന്ന് പറയുന്ന സെപ്പറേറ്റ് കമ്പനി, എ എന്ന കമ്പനി ബി എന്ന കമ്പനി എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു, ഒന്നായി അല്ലെ. അപ്പൊ ഒന്നായില്ലേ, ഇത് രണ്ടും കൂടി ഒന്നായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക, ഗ്രൂപ്പ് കമ്പനി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 അല്ലെ, 110. അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ്, 110. ഓക്കെ, ഇത് അപ്പൊ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രിഗേറ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പാരന്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ്. ചിലപ്പോ എന്താണ്, ചില കമ്പനികൾക്ക് ഇപ്പൊ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെയും സി എന്ന കമ്പനിയെയും എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. അപ്പൊ ഈ രണ്ട് കമ്പനി എന്താണ്, ഈ രണ്ട് കമ്പനിയും എന്താണ്, സബ്സിഡിയറി കമ്പനിയും ഇതെന്താണ്, പാരന്റ് കമ്പനിയാണ്. ചിലപ്പോ ഒരു പാരന്റ് കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ സബ്സിഡിയറി കമ്പനികൾ ഉണ്ടാവാം. ഓക്കെ, ഒരു പാരന്റ് കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ സബ്സിഡിയറി കമ്പനീസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെഫേഴ്സ് ടു ദി combined or aggregated financial statement of a parent and its subsidiaries. Okay, ഇനി എന്താണ് പാരന്റ്, എന്താണ് സബ്സിഡിയറി, അത് ജസ്റ്റ് പറയാണ്. പാരന്റ് ഈസ് ആൻ എന്റിറ്റി ദാറ്റ് കൺട്രോൾസ് വൺ ഓർ മോർ എന്റിറ്റീസ്. പാരന്റ്, നമുക്ക് പാരന്റ് എന്ന് പറയുമ്പോ തന്നെ അറിയാം, നമ്മുടെ വീട്ടിലെ പാരന്റ് എന്ന് പറയുന്നത് ആരെയാണ്, ശരിക്കും ഉമ്മാനിപ്പാനെയാണ് അല്ലെ, അമ്മനി അച്ഛനെയാണ് പാരന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അവരാണ് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്, കുട്ടികളെയും ബാക്കിയുള്ള എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പാരന്റ് ഈസ് ആൻ എന്റിറ്റി ദാറ്റ് കൺട്രോൾസ് വൺ ഓർ മോർ എന്റിറ്റീസ് അല്ലെ, ഒന്നോ അതിലധികമോ എന്റിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എന്റിറ്റിയെ വിളിക്കുന്ന പേരാണ് പാരന്റ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് എന്ന്. പാരന്റ് കമ്പനി ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി. പാരന്റ് കമ്പനിയെ എന്നുകൂടി വിളിക്കും, ഹോൾഡിംഗ് കമ്പനി എന്നുകൂടി വിളിക്കും. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അപ്പൊ പാരന്റ് ഈസ് ആൻ എന്റിറ്റി ദാറ്റ് കൺട്രോൾസ് വൺ ഓർ മോർ എന്റിറ്റീസ്. പാരന്റ് കമ്പനി ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഇനി എന്താണ് സബ്സിഡിയറി കമ്പനി? എന്താണ് സബ്സിഡിയറി കമ്പനി? എ സബ്സിഡിയറി കമ്പനി ഈസ് എ കമ്പനി ഹൂസ് മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി. ഇവരുടെ മെജോറിറ്റി ഷെയർസും വേറൊരു കമ്പനി ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി. അപ്പൊ എന്താണ്, അവരുടെ ഭൂരിഭാഗം ഇക്വിറ്റി ഷെയർസും ആര് വാങ്ങി, നമ്മുടെ പാരന്റ് കമ്പനി വാങ്ങി. അത്തരത്തിലുള്ള കമ്പനിയെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി. A subsidiary is a company whose majority of equity shares are held by another company. Okay. പിന്നെ എന്താണ് ഗ്രൂപ്പ്? ഒക്കെ നമ്മളിവിടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞാല്, ദി പാരന്റ് കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡിയറി കമ്പനീസ് കളക്റ്റീവ്ലി കോൾഡ് ഗ്രൂപ്പ്. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ വളരെ ബ്രീഫ് ആയിട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും പോകുന്നൊരു ചാപ്റ്റർ മൊത്തം നോട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. നേരം വെളുക്കുമ്പോ ഇരുന്ന് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു 3-4 വീഡിയോക്കുള്ള എന്താ പറയാ നോട്ട്സ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സിഡിയറി കമ്പനിയെയും പാരന്റ് കമ്പനിയെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. ഓക്കെ, ഇത്രയാണ് ഇതിനെ കുറിച്ചുള്ള എന്തെന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കൺസോളിഡേറ്റഡ്, എന്താണ് സിറ്റുവേഷൻ നമുക്കറിയാം. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർ ഏറ്റെടുക്കുക, തന്നെയാണല്ലോ പർച്ചേസ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത കമ്പനിയെ പാരന്റ് കമ്പനി എന്നും, ആരുടെ ഷെയർ ആണോ ഹോൾഡ് ചെയ്തത് അവരെ സബ്സിഡിയറി കമ്പനി എന്നും പറയുന്നു. ഇവര് രണ്ടു കൂട്ടരെയും ഒരുമിച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഈ രണ്ട് കമ്പനിയുടെയും അല്ലെങ്കിൽ എത്രയാണോ സബ്സിഡിയറീസ് ഉള്ളത് അവരെ മൊത്തത്തിൽ നമ്മൾ ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. അതിന് അഗ്രിഗേറ്റ് അവരുടെ രണ്ട് കമ്പനിയുടെയും അസറ്റും ലയബിലിറ്റിയും ഒക്കെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനിയാണ് അടുത്തത് എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ വിളിക്കും. എന്താണ്
നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് or minority interest. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ഇപ്പൊ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. എ എന്ന കമ്പനി ബി എന്ന കമ്പനിയുടെ 80% ഷെയറും എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഓക്കെ, എ എന്ന കമ്പനി ബി എന്ന കമ്പനിയുടെ 80% ഷെയർ എന്ത് ചെയ്തു? വാങ്ങി. അതായത് 80% ആര് ഹെൽഡ് ചെയ്തു? ആര് വാങ്ങി? എ എന്ന കമ്പനി, പാരന്റ് കമ്പനി വാങ്ങി. അപ്പൊ നിങ്ങൾക്കറിയാലോ ഇവിടെ ബാക്കി 20% ഇല്ലേ? 100% വാങ്ങിയിട്ടില്ലല്ലോ. ബാക്കി 20% ആരുടേതായിരിക്കും? ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, ബാക്കി 80% മാത്രമേ എ എന്ന കമ്പനി ഏറ്റെടുത്തിട്ടുള്ളൂ. ബാക്കി 20% എല്ലായ്പ്പോഴും ഒരേപോലെ ഒന്നാവില്ല കേട്ടോ. ചിലപ്പോ 50% ആയിക്കാനും, ചിലപ്പോ 100% ഏറ്റെടുക്കും, ചിലപ്പോ 90% ആയിക്കാനും ഏറ്റെടുക്കുക. അതൊക്കെ ഓരോ പാരന്റ് കമ്പനിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ പർച്ചേസ് ചെയ്തു. എത്ര ഷെയർ ആണ് പർച്ചേസ് ചെയ്തത്? 80% ഓഫ് ദി ഷെയർ പർച്ചേസ് ചെയ്തു. ബാക്കി 20% ആരുടെ കയ്യിലാണ്? ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിലാണ്. പാരന്റിന്റെ ആണോ? അല്ല. ആരുടേതാണ്? ഔട്ട്സൈഡേഴ്സിന്റെയാണ്. ഈ 20% ഷെയറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സംഭവം കിട്ടിയോ നിങ്ങൾക്ക്? ഇപ്പൊ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യാ? പർച്ചേസ് ചെയ്തപ്പോൾ കമ്പനിയെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ ഒക്കെ വാങ്ങുക എന്നുള്ളതാണ് അല്ലെ. അവരുടെ കമ്പനിയെ പർച്ചേസ് ചെയ്തപ്പോൾ അവരുടെ ഷെയറിന്റെ 80% എന്ത് ചെയ്തു? പാരന്റ് കമ്പനി വാങ്ങി. ബാക്കി 20% ആർക്കുള്ളതാണ്? ഔട്ട്സൈഡേഴ്സിന് ഉള്ളതാണ്. ആ 20%നെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാരന്റ് കമ്പനിക്ക് ഈ 20% കൺട്രോൾ ഉണ്ടാവുമോ? ഇല്ല. മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഇത് മൈനോറിറ്റിയാണ്. മജോറിറ്റി ആരുടെ കയ്യിലാണ്? പാരന്റ് കമ്പനിയുടെ കയ്യിലാണ്. അപ്പോ അവിടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭാഗം ഷെയർ ആരുടെ കൺട്രോളിലല്ല? ശരിക്കും പാരന്റ് കമ്പനിയുടെ കൺട്രോളിൽ അല്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? എത്ര ഷെയർ ആണോ ഏറ്റെടുത്തത് അതിന്റെ ബാക്കി ആരുടെ കയ്യിലായിരിക്കും? ഔട്ട്സൈഡേഴ്സിന്റെ. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് തിയററ്റിക്കൽ ആയിട്ട് പോകാം. എന്താണ് ചിലപ്പം ചോദിക്കാം, വാട്ട് യു മീൻ ബൈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നൊക്കെ കേട്ടോ. അത് കാൽക്കുലേറ്റ് ചെയ്യാനും ചിലപ്പം ചോദിക്കാം. ഓക്കെ, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദി പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ നെറ്റ് അസറ്റ് ദാറ്റ് ബിലോങ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ് എന്നാണ്. അതായത് ദി നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വാസ് പ്രീവിയസ്ലി നോൺ ആസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതായത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദി പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ നെറ്റ് അസറ്റ്. പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ ഓൺ നെറ്റ് അസറ്റ് ദാറ്റ് ബിലോങ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ് എന്നാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ രണ്ടിനെയും കൂടി വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് അല്ലെ. പക്ഷെ ഈ 20% ഈ ഗ്രൂപ്പിൽ പെടുവോ? ഇല്ല. ഈ 80% മാത്രമാണ് ഈ ഗ്രൂപ്പിൽ പെടുക. ബാക്കി 20% എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ പെടൂല. അത് ഔട്ട്സൈഡേഴ്സിന്റെയാണ്. മനസ്സിലായില്ലേ? അത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദി പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ നെറ്റ് അസറ്റ്. ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അസറ്റും മൊത്തവർക്കുള്ളതാണോ? ഇല്ല. 20% ആർക്ക് പോകും? ഔട്ട്സൈഡേഴ്സിന് പോകും അല്ലെ. ഓൺ നെറ്റ് അസറ്റ് ബിലോങ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ് എന്നാണ്. ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ്, ഗ്രൂപ്പിന്റെ പുറമേ ഉള്ള ആളുകളുടെ പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നിങ്ങൾ അങ്ങനെയൊക്കെ തിയററ്റിക്കലായിട്ട് അത് നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. സംഭവം ഇത്ര മനസ്സിലാക്കുക. എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ ഏറ്റെടുത്തു. എത്ര ഷെയറായി ഏറ്റെടുത്തത്? 80%. ബാക്കി 20% ആരുടെ കയ്യിലായിരിക്കും? ഔട്ട്സൈഡേഴ്സ്. ഈ 20%നെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഓക്കെ,
ഇനി മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. അതിനുള്ള മെത്തേഡ്സ് പറയുന്നുണ്ട്. ആദ്യം എന്താണ്? വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഓഫ് ഷെയർസ് എത്രയാണോ ആഡ് ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. എന്ത് ചെയ്യണം? ആദ്യം വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് മൈനോറിറ്റി. ഇപ്പൊ 20% ഇല്ല. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ നമ്മൾ 20% ഔട്ട്സൈഡേഴ്സിനാണെന്ന് പറഞ്ഞു. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. 10,000 ഷെയർ ആണെന്ന് വിചാരിക്കുക. അതിന്റെ 80% എന്ന് പറയുന്നത് 8,000 ഷെയർ ആണ്. 8,000 ഷെയർ ആരുടേതാണ്? പാരന്റ് കമ്പനിയുടെ. ബാക്കി 2,000 ആർക്കുള്ളതാണ്? ഔട്ട്സൈഡേഴ്സിന്റെയാണ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. എത്രയാണ്? വാല്യൂ ഓഫ് shares held by minority shareholders. Value of shares held by minority shareholders. അതിന്റെ കൂടെ ആഡ് എന്തൊക്കെ ആഡ് ചെയ്യണം? ആഡ് ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനി. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ദെൻ പോസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല. പ്രോഫിറ്റിന്റെ ഫുള്ളും ഇപ്പോ ഈ എ എന്ന കമ്പനി ബി എന്ന കമ്പനി ഏറ്റെടുക്കാണ്. പ്രോഫിറ്റ് മൊത്തം എക്ക് പറ്റൂ. 80% ഷെയറുകൾ ഏറ്റെടുത്തെന്ന് വിചാരിക്ക്. അപ്പൊ പ്രോഫിറ്റ് മൊത്തം ഇതിന്റെ ഫുൾ പ്രോഫിറ്റ് മേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒള്ളി 80% പ്രോഫിറ്റ് മാത്രമേ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? എക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 20% ഏതിൽ വരും? മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പോസ്റ്റ് അക്വിസിഷൻ, അത് രണ്ടും എന്താണ്? ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താ ഇപ്പൊ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, എന്താ ഇപ്പൊ ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാൻ ഇതിൽ തന്നെ പറയും. അടുത്ത അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അതാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താന്നൊക്കെയാണ് അപ്പൊ പറയാം. ഓക്കെ, ഇനി അപ്പൊ ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാ പറഞ്ഞത്? വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ആ 20% ഉണ്ടല്ലോ, അത് ഇവിടെ എഴുതുക. ദെൻ അതിന്റെ കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആരുടെ? മൈനോറിറ്റിക്കുള്ള പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഇനി ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ എവിടെയാണ് കാണിക്കുക? ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയില്ലേ? ഈ എമൗണ്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എടുക്കണം. എവിടെയാണ് എടുക്കേണ്ടത് എന്നാ പറയുന്നത്? എ പാരന്റ് പ്രസന്റ്സ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്സ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ്ലി ഫ്രം ദി ഇക്വിറ്റി ഓഫ് ദി ഓണേഴ്സ് ഓഫ് ദി പാരന്റ്. ഇറ്റ് ഈസ് ഷോൺ അണ്ടർ നോൺ കറന്റ് ലയബിലിറ്റി. നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. എന്ത്? നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പൊ എന്താ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല്? അതായത് പേരന്റ് കമ്പനി ഏറ്റെടുത്തതിന്റെ ബാക്കി വരുന്ന ഷെയർ ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിലായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ആ ബാക്കി വരുന്ന ഷെയർസ് ആണ് ഇവിടെ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദി മൈനോറിറ്റി എന്ന് എഴുതുക. പിന്നെ പ്രോഫിറ്റിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ, അതായത് ഇപ്പൊ 20% ആർക്കുള്ളതാണ്? മൈനോറിറ്റിക്കുള്ളതാണ്. പോസ്റ്റ് അക്വിസിഷന്റെ 20% ആർക്കുള്ളതാണ്? മൈനോറിറ്റിക്കുള്ളതാണ്. അത് ആഡ് ചെയ്തിട്ട് അതാണ് ടോട്ടൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ തിയറി പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഇതൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഓക്കെ, എക്സസൈസ് നമ്പർ 1. X Limited has owned 75% of the share capital of Y Limited since the date of Y Limited's incorporation. The balance sheet of Y Limited is given below. X Limited has owned 75% of the share capital of Y Limited. ഈ ക്വസ്റ്റ്യനില് ലിസൺ ഹിയർ. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എല്ലാരും ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ആ ക്വസ്റ്റ്യനില്
എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിയുടെ ഷെയറിന്റെ 75% എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഏറ്റെടുത്തു എന്നാണ്, ഓൺ ചെയ്തു. അപ്പൊ എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് പാരന്റ് കമ്പനി, വൈ എന്ന് പറയുന്ന കമ്പനി സബ്സിഡിയറി കമ്പനിയാണ്. എത്ര ശതമാനമാണ്? 75%. വൈയുടെ 75% എക്സ് ഏറ്റെടുത്തു. ബാക്കി 25% എന്തായിരിക്കും? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആയിരിക്കും. കിട്ടിയോ? സംഭവം കിട്ടിയല്ലോ അല്ലെ? ഇനി ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആരുടെ ബാലൻസ് ഷീറ്റ് മാത്രമാണ് തന്നിട്ടുള്ളത്? സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള വൈ എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുക. ഷെയർ ക്യാപിറ്റൽ 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each. 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each എങ്ങനെ 6 lakh ആവണേ? 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 60,000 ആയിരിക്കും കേട്ടോ. 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each, 6 lakh. റീറ്റെയിൻഡ് ഏർണിംഗ്സ് 1,20,000. കറണ്ട് ലയബിലിറ്റീസ് 1,80,000. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അസറ്റിലുള്ള എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്നും എങ്ങനെയാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, അവിടെ ക്വസ്റ്റ്യനിൽ തെറ്റിയതാട്ടോ. ഇതാണുള്ളത്. എന്താണ്, 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each ആണ്. 40,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each ആണ്. 6 lakh ആണ് അവരുടെ എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. റീറ്റെയിൻഡ് ഏർണിംഗ്സ് 1,20,000 ആണ്. കറണ്ട് ലയബിലിറ്റീസ് 1,80,000 ആണ്. പിന്നെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 5 lakh ഉണ്ട്. കറണ്ട് അസറ്റ് 4 lakh ഉണ്ട്. ടോട്ടൽ 9 lakh ആണ്. നമുക്ക് ഇതിന് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 40,000 അല്ല കേട്ടോ, 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each ആണ്. 6 lakh കേട്ടോ. ഓക്കെ, മറക്കരുതേ. അവിടെ 40,000 എന്നാണ് എഴുതിക്കുന്നത്. നമുക്ക് തിരുത്തി തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ സൊല്യൂഷൻ നോക്കണേ. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡർ. വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? എങ്ങനെ കണ്ടെത്തും? എത്രയാണ് ടോട്ടൽ ഇക്വിറ്റി ഷെയർസ്? 6 lakh ആണ്. വീണ്ടും പറയാണ്, അവിടെ 40,000 എന്ന് എഴുതരുത്, തിരുത്തണേ. 60,000 ആണ് കേട്ടോ. 60,000 into 10 ആണ് 6 lakh. ഓക്കെ, അപ്പൊ അവിടെ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 6 lakh അല്ലേ ടോട്ടൽ എത്രയാണ്? 6 lakh ആണ് ഇക്വിറ്റി ഷെയർസ്. അതിന്റെ 75% ആര് ഏറ്റെടുത്തു? പാരന്റ് കമ്പനി ആയിട്ടുള്ള എക്സ് ലിമിറ്റഡ് ഏറ്റെടുത്തു. ബാക്കി എത്ര ഉണ്ടാവും? 25/100. 25% ആണ് ആരുടെ അടുത്തുണ്ടാകുക? നമ്മുടെ മൈനോറിറ്റി. അപ്പൊ എത്ര ഉണ്ടാവും? 1,50,000. ഇനി നമ്മുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലേക്ക് നോക്ക്, ബാലൻസ് ഷീറ്റിലേക്ക്. പിന്നെ എന്താ ഉള്ളത്? റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ആണ്, മാറ്റിവെക്കപ്പെട്ട പ്രോഫിറ്റ് ആണ് അല്ലെ, നീക്കിയിരിപ്പാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. എത്ര ഉണ്ട്? 1,20,000. ഈ 1,20,000 മൊത്തം പാരന്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ 1,20,000ന്റെ 75% മാത്രമാണ് ആർക്ക് അർഹതപ്പെട്ടത്? പാരന്റ് കമ്പനിക്ക്. ബാക്കി 25% ആർക്കുള്ളതാണ്? ഔട്ട്സൈഡേഴ്സിന് ഉള്ളതാണ്. അപ്പൊ നമ്മള് ഷെയർ ഇൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അല്ലെങ്കിൽ ഷെയർ ഇൻ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഷെയർ ഇൻ, ഇവിടെ ക്വസ്റ്റ്യനിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഷെയർ ഇൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എത്രയാണ്? എത്രയാണ്? 1,20,000 അല്ലേ റീറ്റെയിൻഡ് ഏർണിംഗ്സ്? 1,20,000 into 25/100. 1,20,000 into 25/100. അപ്പൊ എത്ര ഉണ്ടാവും? 30,000. എത്രയാണ്? 30,000.
ടോട്ടൽ 1,80,000 ആണ് എന്തെന്ന് പറയുന്നത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. കണ്ടോ കുട്ടികളെ, കണ്ടോ, നിങ്ങൾ കണ്ടോ എന്താണ് ചെയ്തതെന്ന്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് കണ്ടോ? ഇത്രേ ഉള്ളൂ. എത്ര ഷെയർ ആണ് പാരന്റ് കമ്പനി ഏറ്റെടുത്തിട്ട് നോക്കുക. 70. ഈ ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറയുന്ന കമ്പനി പാരന്റ് കമ്പനിയും വൈ എന്ന് പറയുന്ന കമ്പനി സബ്സിഡിയറി കമ്പനിയാണ്. വൈ എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വൈ എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് തന്നെ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാം. വൈ എന്ന കമ്പനിയുടെ 75% ആര് ഏറ്റെടുത്തു? പാരന്റ് കമ്പനി ഏറ്റെടുത്തു. ബാക്കി 25 ആർക്കുള്ളതാണ്? ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ടോട്ടൽ വാല്യൂ എത്രയാണ്? ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 6 lakh ആണ് അല്ലെ. 6 lakhന്റെ 25% ആർക്കുള്ളതാണ്? ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്. 75% ആർക്കുള്ളതാണ്? എക്സ് ലിമിറ്റഡിന് ഉള്ളതാണ്. എക്സ് ലിമിറ്റഡിനുള്ളതാണ് എന്ത്? 75%. ബാക്കി 25% ആണ് 1,50,000. അത് ആർക്കുള്ളതാണ്? ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്. പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റിവെക്കപ്പെട്ട ലാഭമാണ്. ആ ലാഭം കംപ്ലീറ്റ് പാരന്റ് കമ്പനിക്കുള്ളതാണോ? അല്ല. അതിന്റെയും 25% ആർക്കുള്ളതാണ്? നമ്മുടെ ഔട്ട്സൈഡേഴ്സിന്. അപ്പോൾ ഷെയർ ഇൻ റീറ്റെയിൻഡ് ഏർണിങ്സ് 1,20,000 into 25/100 അങ്ങനെ 1,80,000. ഇങ്ങനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.